എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അതായത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതായത് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി. ഞാൻ ഇത് മുമ്പൊന്നും ഉണ്ടാക്കി നോക്കിയില്ല, പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ഇഷ്ടമായിപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഫുള്ളായിട്ട് കാണൂ കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ റെസിപ്പിയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അതായത് അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. പിന്നെ 2 മീഡിയം സൈസുള്ള സവോള ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചത്. ഇതൊരു 6-7 ചെറിയ ഉള്ളി ഉണ്ടാവും, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ മണത്തിന് വേണ്ടി മാത്രം ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം എരിവിനനുസരിച്ച്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ ഇതിൽ നാളികേരമല്ല ചേർക്കുക, നാളികേരപ്പാലാണ്. അപ്പോൾ ഒരു ഇടത്തരം നാളികേരത്തിൻ്റെ 1 മുറി നാളികേരത്തിൻ്റെ 1/4 പാൽ ഇതാ കണ്ടോ, 1/4 പാൽ. അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് പിഴിഞ്ഞെടുത്ത 1/4 പാലും, ഇത് കുറച്ച് 1-1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത 2/4 പാലും. ഈ 2/4 പാലിലാണ് നമുക്ക് കറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാണ് അങ്ങനെ വെള്ളം പോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മസാലകളും, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് തിരുമ്പിയിടണം. അത് കൈ കൊണ്ട് തന്നെ ചെയ്യണം, സ്പൂൺ കൊണ്ട് ഇളക്കാനൊന്നും പാടില്ല, അതിൽ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് തിരുമ്പിയിടണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ കൂടെ ചേർത്ത് നന്നായി തിരുമ്പിയിടണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 സ്പൂൺ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അവനവന് എത്രത്തോളം എരിവ് വേണമെന്നനുസരിച്ച്. 1 സ്പൂൺ മുളക് പൊടി എടുത്തു കഴിഞ്ഞാൽ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അതിനൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് കറിയൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടേസ്റ്റിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ വെളിച്ചെണ്ണ കേട്ടോ, ഒരു തുള്ളി ചേർത്ത് കൊടുക്കാം. അവനവന് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഉള്ളി നന്നായി നമുക്ക് തിരുമ്പിയെടുക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായി തിരുമ്പിയെടുക്കണം. ഇതങ്ങനെ ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യണം, സ്പൂൺ കൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതായത് ഉള്ളി വഴറ്റിയെടുക്കണ ഒരു ഇത് വരണം. ഇങ്ങനെ തിരുമ്പിയിട്ട് നമ്മൾ ശരിക്കും എങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കണ ഒരു ഫീലിംഗ് ഇതിൽ കിട്ടണം. അതാണ് അതിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അത് നന്നായി തിരുമ്പിയെടുക്കുക ആദ്യം. അപ്പോൾ സവാള, പച്ചമുളക്, നമ്മുടെ മസാലകൾ ഒക്കെ കൂടി നന്നായി നമ്മൾ തിരുമ്പി കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള 2/4 പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ബാക്കിയുള്ള പാലും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചേർത്തയിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. മാങ്ങയും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഗ്യാസിൻ്റെ മുകളിൽ കയറ്റിയാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ അടുപ്പത്ത് വെക്കാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കാം. എല്ലാ മസാലകളും നമ്മളിത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കണം. അപ്പോഴേക്കും മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ജസ്റ്റ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ആ തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. ഇത് ഇനിയിപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ വേറൊരു പണിയില്ല. നമുക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പാലുണ്ടല്ലോ, തെൻപാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക, വറവിടുക. അത്രയേ പണിയുള്ളൂ കേട്ടോ. നന്നായി തിളച്ച് വെന്ത് വരട്ടെ. 2-3 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു മണമാണ്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മാങ്ങ, നാളികേരപ്പാലിൽ കിടന്ന് വേവണ, ഉപ്പൊക്കെ ചേർത്ത് വേവണ, നല്ല മണം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ട് ഇങ്ങനെ ഇതായി പോവരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ അത് കാരണം ഈ സമയമായി കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കുക. അതായത് ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ തമ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക.
അത് ചേർത്ത് കഴിഞ്ഞാൽ അറിയാലോ, ഒട്ടും തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂട് കയറാനേ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വെന്തതിന് ശേഷം മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കാൻ പാടും. അപ്പോൾ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് ജസ്റ്റ് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് ആവി വരിക, അല്ലാണ്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇതാ ഒരാവി വന്നു കഴിഞ്ഞു കേട്ടോ. അതാണ് പാലൊഴിച്ചിട്ട് ഒരാവി വന്നു കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്കിതിലേക്കുള്ള വറവ് ചേർക്കാം. അപ്പോൾ വറവിനായി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്കുള്ള വറവിടാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വന്നു. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതാ ചെറിയ ഉള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളക് കൂടി ഇങ്ങനെ നീളത്തിൽ അങ്ങനെ പൊട്ടിച്ച് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി മൂത്ത് വരട്ടെ. വറവൊക്കെ അത്യാവശ്യം പാകത്തിന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാക്കറി തയ്യാറായിട്ടോ. അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി. ഇതാണ് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്. നാളികേരപ്പാൽ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു മാങ്ങ മാത്രമാണ്. ഓരോരുത്തർക്കും എത്ര കൂട്ടാൻ വേണം അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതൽ അളവെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നാളികേരപ്പാലും കൂടുതൽ എടുക്കേണ്ടി വരും. എനിക്കിപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തേക്കണം. മാങ്ങ എടുക്കുമ്പോൾ നോക്കുക, ഒരുപാട് പുളിയുള്ളത് ആവരുത്, തീരെ പുളി കുറഞ്ഞത് ആവരുത്. നല്ല രീതിയിലുള്ള മാങ്ങ എടുത്തിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മാങ്ങാക്കാലം കഴിയാറായി. അപ്പോൾ ആ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ആ സ്ഥലത്തൊന്നും ഈ രീതിയിലുള്ള മാങ്ങാക്കറി ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാക്കണവരുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.